കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ലോകക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ധാരണ തിരുമലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴടമായ ഇളന്തിരുത്തി മഹാവിഷ്ണു ക്ഷേത്രം അനവധി കാലത്തെ വഴക്കമുള്ളൊരു മഹാക്ഷേത്രമാണ്. ഇവിടുത്തെ ഊരാള കുടുംബവുമായ തെക്കുംപറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എൻ്റെ അച്ഛൻ്റെ അവിടെ അനവധി കാലം സുമാർ ഒരു 40 വർഷത്തോളം മേശാന്തിയായിരുന്നു. അച്ഛൻ്റെ ആ ഒരു പാത പിന്തുടർന്ന് അച്ഛനും ഗുരുനാഥനുമായിട്ടുള്ള വാസുദേവൻ നമ്പൂതിരിയിൽ നിന്നും പൂജാ കാര്യങ്ങളും പൂജാ പഠനങ്ങളും എല്ലാം ചെയ്ത് ആ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് തന്നെയാണ് ആദ്യമായി പൂജ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ കുറിച്ചത്. സുമാർ 7 വയസ്സ് മുതൽ ആ മഹാവിഷ്ണു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ചടങ്ങുകളിലും പൂജകളിലും എല്ലാം പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. 2010 ഗുരുവായൂർ മേശാന്തിയായും 2016-17 കാലഘട്ടത്തിൽ ശബരിമല മേശാന്തിയായും എല്ലാം ഭാഗ്യം സിദ്ധിച്ചത് ആ ഒരു ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിനെ സേവിച്ചതിന്റെ പൂർണ്ണ ഫലമാണെന്ന് എല്ലാവർക്കും അറിയാം, പൂർണ്ണ അനുഭവമാണ്. അപ്പോൾ എന്തുകൊണ്ടും ആ ഭഗവാനെ സേവിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അത് ആ ഒരു ക്ഷേത്ര തൊഴിലാള കുടുംബത്തിൽ വന്ന് നമുക്ക് ജനിക്കാനും അതുപോലെ അവിടെ ഈ അനവധി കാലം ശാന്തി ചെയ്ത അച്ഛൻ്റെ അടുത്ത് പൂജ പഠിച്ച് അവിടെ ഭഗവാനെ സേവിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഊരായ്മ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. പേര് എടത്തൊടിമന വാസുദേവൻ നമ്പൂതിരി. ഈ അമ്പലത്തിൻ്റെ ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഒരു ഇല്ലത്തിൻ്റെ ആയിട്ടുള്ള അമ്പലമായിരുന്നു. അത് പിന്നീട് ആ ഇല്ലം അന്യം നിന്ന് പോയി വന്നപ്പോൾ കാർലവണ്ണ അമ്പലത്തിൻ്റെ വന്നു ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കാർലമണ്ണ അമ്പലത്തിൻ്റെ കീഴേടായിട്ട് അറിയപ്പെടലാണ്. അനവധി കാലം മുമ്പേയാണ്. അപ്പോൾ എത്ര കാലമായി എന്ന് ചോദിച്ചാൽ ആർക്കും അത്ര നിശ്ചയില്ല. അപ്പോൾ കാർലമണ്ണ അമ്പലത്തിൻ്റെ ഊരായ്മക്കാർ തന്നെയാണ് ഈ അമ്പലത്തിൻ്റെയും ഊരായ്മക്കാരായിട്ട് 10 ഇല്ലങ്ങളാണ് കാർലമണ്ണുള്ളത്. ആ 10 ഇല്ലക്കാരുടെ അധീനതയിലായിരുന്നു. ഇപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. നമസ്കാരം. പാലക്കാട് ജില്ലയിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുമുല്ലപ്പള്ളി ദേവസ്വം കീഴേടം ശ്രീ ഇളന്തുരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഞാൻ ഈ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനും മുൻ ദേവസ്വം മാനേജറും ഒക്കെയാണ്. ഈ ക്ഷേത്രത്തിന് അനേക വർഷത്തെ പഴക്കം കരുതുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ സങ്കല്പം പറയുന്നത് കേട്ടിട്ടുള്ളത് പ്രഹ്ലാദന് വരം നൽകുന്ന സംപ്രീതനായിട്ടുള്ള മഹാവിഷ്ണുവാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരിക്കടുത്ത് കാറൽമണ്ണ എന്ന സ്ഥലത്ത് ആലുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ഞാൻ ഈ അദ്ദേഹം പറഞ്ഞ മാതിരി ഇവിടെ ക്ഷേത്രത്തിലെ ഊരാള കുടുംബത്തിലെ മെമ്പറാണ്. പേര് സുബ്രഹ്മണ്യൻ. പണ്ടത്തിലെയാണ്. ഈ സ്ഥലത്തിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നേരത്തെ പങ്കുജാക്ഷൻ സൂചിച്ച ഒരു തുരുത്താണ്. ഒരു പുറം തോട് പോണു പാടങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ഒരു ഇളം തുരുത്തി എന്നുള്ളൊരു പേര് തന്നെ വരാൻ കാരണം ഒരു തുരുത്തായിട്ടുള്ള ഒരു ദ്വീപിന്റെ ഒരു ഛായയിലാണ്. നമസ്കാരം. എൻ്റെ പേര് കൊച്ചുകൃഷ്ണൻ എന്നാണ്. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ താമസം. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് പ്രവാസിയാണ്. ഇപ്പോൾ ലീവിൽ വരുന്ന സമയത്തെല്ലാം ഈ അമ്പലത്തിൽ വന്ന് ദർശനം പുണ്യം നേടാറുണ്ട്. ഓർമ്മകൾ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ പ്രൗഢഗംഭീരമായിട്ട് നടന്നിരുന്നൊരു ക്ഷേത്രമായിരുന്നു ഒരു കാലത്തത്. പിന്നീട് പല ക്ഷേത്രങ്ങൾ സംഭവിച്ച പോലെ ചില തകർച്ചകൾ സംഭവിച്ചു. ഈ ഇടക്കാലത്ത് വീണ്ടും മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയൊക്കെ പിന്തുണയോട് കൂടിയിട്ട് വളരെ ഗംഭീരമായിട്ട് വീണ്ടും പുനർനിർമ്മാണമൊക്കെ നടത്തിയിട്ട് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ ക്ഷേത്രം. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ആഞ്ജനേയ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടെ ഗണപതിയാണ്. ഗണപതിയും ശാസ്താവും ഉണ്ട്. ഗണപതിക്ക് ഇവിടെ വിശേഷപ്പെട്ട വഴിപാടുകളായ ഗണപതിക്ക് ഒറ്റ, മറ്റേ കറുകമാല, മറ്റു വഴിപാടുകളൊക്കെ നടന്നു വരുന്നുണ്ട്. വിനായക ചതുർത്ഥി ദിവസം പ്രത്യേക പൂജകളും നടത്താറുണ്ട്. എൻ്റെ പേര് രവികുമാർ എമ്രാന്തിരി. കാടമനയിലാണ് താമസം. പിന്നെ ഞാൻ 2021 മുതൽ ഇവിടെ ശാന്തി പ്രവൃത്തി ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരനാണ്. ഇതെൻ്റെ അച്ഛനാണ്. ഇവിടെ പ്രത്യേക അവസരങ്ങളിൽ തിരക്കുള്ള സമയത്ത് സഹായിക്കാൻ അച്ഛൻ വരാറുണ്ട്. പിന്നെ ഇവിടെ വിശേഷ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഇണമാല, പാൽപ്പായസം, നെയ്വിളക്ക്,
എന്നിവയാണ്. ഇളംതുരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട നിവേദ്യം പഞ്ചസാര പായസമാണ്. അഭീഷ്ട സിദ്ധിക്കാൻ കാര്യസാധ്യത്തിനുമായിട്ട് പഞ്ചസാര പായസം വഴിപാടാണ് ഇവിടെ ചെയ്തു വരാറ്. പിന്നെ ക്ഷേത്രത്തിലെ ഗൃഹൈശ്വര്യത്തിനും മറ്റുമായിട്ടൊക്കെ സ്ഥിരം നിത്യപൂജകളൊക്കെ ധാരാളം നടന്നു വരുന്നുണ്ട്. നിത്യപൂജയിൽ രാവിലെ ഗണപതി ഹോമം, പഞ്ചസാര പായസം, വെള്ള നിവേദ്യം, വൈകുന്നേരത്ത് നെയ്പായസം ഉൾപ്പെടെയുള്ള നിത്യപൂജ ഇവിടെ ധാരാളം വരുന്നുണ്ട്. കല്യാണം കഴിയാത്ത കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇണമാല വഴിപാട് ധാരാളമായി നടന്നു വരാറുണ്ട്. ഇണമാല വഴിപാട് വളരെ ബലസിദ്ധി ഉള്ള ഒരു വഴിപാടാണ്. നാഗങ്ങൾക്ക് നൂറും പാലും എല്ലാ ആയിലും നാളിലും ധാരാളം പേര് ചെയ്തു വരുന്നു. ബ്രഹ്മരക്ഷസിന് പൂജ, പിന്നെ ആഞ്ജനേയന് പ്രത്യേക വഴിപാടായിട്ടുള്ള വടമാല, വെറ്റിലമാല, നാരങ്ങമാല എന്നീ വഴിപാടുകളൊക്കെ ധാരാളം നടന്നു